ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 39ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 18 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഫെറാൻ ടോറസുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബാഴ്സലോണ സൂപ്പർ താരത്തിന് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ ശ്രമിക്കുന്നു എന്ന ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ അൽ നസർ ഫെറാൻ ടോറസിന് വേണ്ടി ശ്രമിക്കുന്നില്ല. ബയേണിന്റെ സൂപ്പർ താരമായ കിങ്സ്ലി കോമാനിൽ മാത്രമാണ് അവർ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ഫെറാൻ ടോറസ് നിലവിൽ ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഫിർമിൻ ലോപ്പസ് ആണ്. ഈ താരം FC ബാഴ്സലോണ വിട്ടുകൊണ്ട് പുറത്തു പോകും എന്നുള്ള റൂമർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ലോപ്പസ് തന്നെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബാഴ്സ വിടില്ല എന്ന കാര്യം ലോപ്പസ് കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് കെവിൻ എന്ന താരമാണ്. അതായത് ഷാക്തർ ഡോണസ്കിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ താരമാണ് കെവിൻ. ഇദ്ദേഹത്തിന് വേണ്ടി രണ്ടാമത്തെ ബിഡ് ഫുൾഹാം നൽകി കഴിഞ്ഞിട്ടുണ്ട്. 37 മില്യൺ യൂറോയാണ് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ കെവിന് വേണ്ടി 50 മില്യൺ യൂറോ ലഭിക്കണം എന്ന ഒരു നിലപാടിലാണ് ഷാക്തർ ഡോണസ്ക് ഇപ്പോൾ ഉള്ളത്. 4 സാവി സിമൺസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ചെൽസിയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. എങ്കുങ്കു, നിക്കോളാസ് ജാക്സൺ എന്നിവരെ ഒഴിവാക്കാനാണ് ആദ്യം ചെൽസി ശ്രമിക്കുന്നത്. അതിനുശേഷമാണ് സാവി, ഗർനാച്ചോ എന്നിവരെ ചെൽസി കൊണ്ടുവരിക. ഇനി അഞ്ചാമത്തെ താരം അത് അർജന്റീൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ PSG ശ്രമിക്കുന്നു എന്നുള്ള റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ആ വാർത്ത തള്ളിക്കളഞ്ഞുകൊണ്ട് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. നിലവിൽ എൻസോ ചെൽസി വിടാനുള്ള യാതൊരുവിധ സാധ്യതകളും അവശേഷിക്കുന്നില്ല. ഇനി ആറാമത്തെ താരം അത് ജാക്കി ഗ്രീലിഷ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് എവേർട്ടൺ തുടരുകയാണ്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ഗ്രീലിഷും ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏഴാമത്തെ താരം അത് റാൻഡൽ കോലോ മുവാനിയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ന്യൂകാസിൽ യുണൈറ്റഡ്, ടോട്ടൻഹാം എന്നിവർ ശ്രമിക്കുന്നു എന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതിൽ കഴമ്പില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ യുവന്റസ് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി കാര്യമായ രീതിയിൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എട്ടാമത്തെ താരം അത് റാസ്മസ് ഹോയ്ലുണ്ട് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ട്. AC മിലാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. 6 മില്യൺ യൂറോയുടെ ഒരു ലോൺ ഓഫർ, അതിനുശേഷം 45 മില്യൺ യൂറോയുടെ ഒരു പർച്ചേസിംഗ് ഓഫർ, അതാണ് AC മിലാൻ നൽകിയിട്ടുള്ളത്. പക്ഷേ ഹോയ്ലുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 9 മാലിക് തിയ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. AC മിലാനിൽ നിന്നാണ് മാലിക് ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡിൽ എത്തിയിട്ടുള്ളത്. ആകെ 40 മില്യൺ യൂറോയാണ് AC മിലാന് ഈ ഒരു ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് ലഭിക്കുക. 10 വിറ്റ്സലാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബ്ബായ ഉഡിനസ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വിറ്റ്സൽ തന്നെ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ കോൺട്രാക്റ്റിൽ ജിറോണയിലേക്ക് പോവാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 11 അർജന്റീൻ താരമായ മാർക്കോസ് റോഹോയുമായി ബന്ധപ്പെട്ടതാണ്. അർജന്റീൻ ഡിഫൻഡറായ ഇദ്ദേഹത്തെ റൈസിംഗ് ക്ലബ്ബ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അർജന്റീൻ ക്ലബ്ബ് തന്നെയാണ്. നേരത്തെ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് റോഹോ. ഇനി 12 കാർലോസ് ബലേബ. ഈ താരത്തെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. താരവുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ വലിയ ഒരു തുക ബ്രൈറ്റൺ ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 13 ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ. ഈ താരം PSG വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട്. 14 ലുക്മാൻ ആണ്. ഈ താരത്തിന് വേണ്ടി ആഴ്സണൽ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ലുക്മാൻ തന്നെ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്റർ മിലാനിലേക്ക് പോവാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 15 പിയറോ ഹിൻകാപ്പി. ബയർ ലെവർക്യൂസന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻഡർ ആണ് ഇദ്ദേഹം. ഈ താരത്തെ കൊണ്ടുവരാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള മറ്റൊരു റൂമർ. 16 ജിയോവാനി ലിയോണി. ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയ്ക്ക് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്ക് ആണ് ഇദ്ദേഹം. കേവലം 18 വയസ്സ് മാത്രമുള്ള ഈ താരത്തിന് വേണ്ടി ഇന്റർ മിലാൻ, AC മിലാൻ, ലിവർപൂൾ എന്നിവരൊക്കെ രംഗത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 17 റോഡ്രിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്.
മാഞ്ചസ്റ്റർ സിറ്റി ഈ താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ റെഡിയാണ്. പക്ഷേ താരം ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. റയൽ മാഡ്രിഡ് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ന കാര്യം റോഡ്രിക്ക് അറിയാം. കരാർ പുതുക്കണോ വേണ്ടയോ എന്നുള്ളത് അധികം വൈകാതെ തന്നെ റോഡ്രി തീരുമാനിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 18ാമത്തെ താരം അത് കാൽവേർട്ട് ലെവിനാണ്. ഇദ്ദേഹം തന്റെ ഏജന്റുമായി ഇപ്പോൾ വഴി പിരിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ താരത്തിന് താല്പര്യമുണ്ട്. അതിന് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാൽവേർട്ട് ലെവിൻ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ 18 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.